ഹലോ ഓൾ, നമ്മളിന്ന് പഠിക്കുന്നത് എങ്ങനെയാണ് ഷോപ്പിഫൈ സ്റ്റോറിൽ ഒരു മെനു ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം വരേണ്ടത് ഷോപ്പിഫൈ സ്റ്റോറിൽ ലോഗിൻ ചെയ്യാം. അതിനുശേഷം ഈ ലെഫ്റ്റ് കോർണറിലുള്ള ഓൺലൈൻ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ താഴെയുള്ള നാവിഗേഷൻ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മെനു വരും. ഇതിൽ ഇതിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കാണുന്ന മെനൂസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഒരു ഗിഫ്റ്റിംഗ് വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ മെനു വരുന്നത്. നമ്മളിപ്പോൾ മെനു വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇതിപ്പോൾ ഉണ്ട്, കോൺടാക്ട് ടാക്സിൻ്റെ 2 മെനൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഇപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള മെനൂസ് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് ആഡ് മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ നമ്മളൊരു മെനു ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സൂപ്പർ ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഐറ്റം വേണം. ഇതെന്ന് പറഞ്ഞാൽ ടൈറ്റിലാണ്. ഈ ടൈറ്റിലാണ് നമുക്ക് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മെനുവിന് താഴെ ഭാഗത്തേക്ക് വരേണ്ട കാര്യങ്ങളാണ് ഐറ്റം. ഇത് രണ്ടും ഓരോ ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മളിനി ഇവിടെ ആഡ് മെനു ഐറ്റം ക്ലിക്ക് ചെയ്യാം. ദെൻ ഒരു ഐറ്റത്തിൻ്റെ പേര്, നിങ്ങൾക്കത് പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രൊഡക്റ്റൊക്കെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് മെനുവിലേക്ക് വരണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു ബേബി ഫ്രെയിം 7 പിക്ക് എന്ന് പറഞ്ഞത് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഇവിടെ വരും. നമ്മൾ ടൈറ്റിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയില്ല നിങ്ങൾക്കൊരു കസ്റ്റം ടൈറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൂപ്പർ ഗിഫ്റ്റ്സ്. ഓക്കെ, ഇപ്പോൾ സൂപ്പർ ഗിഫ്റ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പേരിൽ വരുന്നത് ഇപ്പോൾ ബേബി ഫ്രെയിം എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റാണ്. അല്ലെങ്കിൽ നമുക്കിതിൽ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നമുക്ക് കളക്ഷനോ ഇവൻ നമുക്ക് എന്തൊരു കാര്യം വേണമെങ്കിലും നമ്മുടെ മെനുവിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം ആഡ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആ സൂപ്പർ ഗിഫ്റ്റ്സിൽ നമ്മുടെ മെനു ഐറ്റം വന്നിട്ടുണ്ട്. അത് ഈ സൂപ്പർ ഗിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മുടെ ആ പ്രൊഡക്റ്റ് പേജിലേക്കായിരിക്കും. ദെൻ സേവ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് എൻഡിലേക്ക് വരിക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കസ്റ്റമൈസിൽ വരിക. കാരണം നമ്മളിനി തീം നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് എൻഡിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ബാക്ക് എൻഡ് വർക്കാണ് ചെയ്തത്. അതിനുശേഷം ഈ ഒരു കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ നമ്മളുടെ ഇവിടെ വരുന്ന മെനൂസ് ഉണ്ട്. ഇവിടെ നമുക്ക് മെയിൻ മെനു എന്ന് കാണാം. ഓരോ തീമിൽ ഓരോ സ്റ്റൈലായിരിക്കും. ഇവിടെ നമുക്ക് മെയിൻ മെനു എന്ന് കാണാം. ഈ മെയിൻ മെനുവിൽ നമ്മളൊരു മെനു ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ആഡ് ബ്ലോക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അഡ്വാൻസ്ഡ് മെനു ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, അഡ്വാൻസ്ഡ് മെനു ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ അതിന് പേര് കൊടുക്കുകയാണ് സൂപ്പർ ഗിഫ്റ്റ്. അതിനുശേഷം നമ്മളിവിടെ സെലക്ട് മെനു എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മളിപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത മെനു സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ചേഞ്ച് മെനു കൊടുത്തിട്ട് സൂപ്പർ ഗിഫ്റ്റ്സ് ഇവിടെ ഉണ്ട്, സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സൂപ്പർ ഗിഫ്റ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ നമ്മളിവിടെ സേവ് ചെയ്യാം. ഇനി നമുക്ക് പ്രിവ്യൂ ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ഗിഫ്റ്റ് എന്ന് പറയുന്ന മെനു ഇവിടെ വന്നിട്ടുണ്ട്. ഇതവിടെ നമ്മുടെ സൂപ്പർ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള പ്രൊഡക്റ്റ് പേജിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു മെനു സെറ്റ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.